പാലക്കാട് പുറമെ കൂടുതൽ മണ്ഡലങ്ങളിൽ CPM BJP ഡീലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ വീണ്ടും പ്രതികരിച്ചിട്ടുണ്ട്. അതിനോട് എന്താണ് ചെയ്യാൻ? അതും വളരെ വിചിത്രമായൊരു കാര്യമാണ്. എല്ലാ മണ്ഡലങ്ങളെ കുറിച്ചും ഇപ്പൊ അദ്ദേഹം പറയുകയാണ്. ഇത് നാളെ ധർമ്മട മണ്ഡലത്തെ കുറിച്ച് പറയുമെന്ന് എനിക്കറിയില്ല. എല്ലാ മണ്ഡലങ്ങളിലും ഡീലാണെന്നാണ് പറയുന്നത്. ഈ പാലക്കാട് എന്താണ് ഇപ്പോൾ ഡീൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? എനിക്ക് അത്രയും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഒരു മുസ്ലിം നാമധാരിയാണ് അവിടെ ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണോ ഡീൽ എന്ന് പറയുന്നത്? അവിടെ 1996 പാലക്കാട് മണ്ഡലത്തിൽ, ഇന്നത്തെ മണ്ഡലത്തിൽ ചെറിയ മാറ്റം ഉണ്ടാവും, LDF ജയിച്ചിരുന്നു. ആരായിരുന്നു സ്ഥാനാർത്ഥി? നൗഷാദ്. ഇന്ന് പാലക്കാട് പ്രധാനപ്പെട്ട ഒരു പാർട്ടി നേതാവാണ്. അദ്ദേഹവും മുസ്ലിം നാമധാരിയാണല്ലോ. എങ്ങനെയാണത് BJP ആയിട്ടുള്ള ഡീലായിട്ട് മാറുക? എന്ത് അസംബന്ധവും എഴുന്നള്ളിക്കാൻ ഒരു പ്രയാസവും ഇല്ല. അങ്ങനെ എഴുന്നള്ളിക്കുന്നതിനാ? ഇതിൻ്റെ ഭാഗമായി നല്ലതുപോലെ കച്ചവടം നടത്താൻ. ആരാ കച്ചവടം നടത്തിയ നേരത്തെ? പാലക്കാട് 91 അവിടെ സഖാവ് AKG മത്സരിച്ചിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. ആരെയായിരുന്നു സ്ഥാനാർത്ഥിയായി നിർത്തിയത്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസിനും RSSനുമെല്ലാം ഒരേ സ്ഥാനാർത്ഥിയായിരുന്നില്ലേ? ആരായിരുന്നു? RSSന്റെ ജില്ലാ കാര്യവാഹ്. ഓർമ്മയില്ലേ? വേറെ സ്ഥാനാർത്ഥി ഉണ്ടായില്ല. അത്ര പച്ചയായി RSSുമായി പണ്ടേ കൂട്ടുകൂടുന്നവരാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി. ഒരു നാണോ ഉളുപ്പും ഇല്ലാതെ അതെല്ലാം ചെയ്തവരാണ്. കേരളത്തിൽ എന്തെല്ലാം അനുഭവം, എല്ലാത്തിൻ്റെയും ലീസ്റ്റ് ഞാൻ അവതരിപ്പിക്കണം. ഓർമ്മയില്ലേ കോലീബിയുടെ കാര്യം? പട്ടാമ്പിയിൽ EMS മത്സരിക്കുമ്പോൾ അതും ഒരു കഥയാണല്ലോ. അതിനു മുമ്പ് ആ EMSനെ പരാജയപ്പെടുത്താൻ വേണ്ടി RSS പറന്നിറങ്ങിയില്ലേ? അന്നത്തെ ജനസംഘത്തിൻ്റെ രാജ്യത്തിലെ ഏറ്റവും വലിയ നേതാവ് EMSനെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്ന് പ്രചരണം നടത്തിയില്ലേ? ജയിപ്പിക്കേണ്ടത് RSS നേതാവിനെയല്ല, കോൺഗ്രസ് നേതാവിനെയായിരുന്നു. അത് കോൺഗ്രസിൻ്റെ കൂടി ആവശ്യപ്രകാരമല്ലേ വന്നത്? ഓർമ്മയില്ലേ ഇതൊക്കെ? എന്തെല്ലാം. അതിനാൽ ശേഷമല്ലേ കോലീബി സഖ്യം വന്നത്. കോലീബി സഖ്യത്തിൽ വടകരയിലും ബേപ്പൂരിലും കൃത്യമായ ധാരണയല്ലേ ഉണ്ടാക്കിയത്? ജയിപ്പിച്ചയക്കാമെന്നല്ലേ മറ്റെല്ലായിടവും പിന്തുണ നൽകുക. ഇവിടെ രണ്ടിടത്തും ജയിപ്പിച്ചു കൊടുക്കുക. അതായിരുന്നില്ലേ കരാറ്? ആ കരാറ് പൊതുവെ അംഗീകരിക്കപ്പെട്ടതല്ലേ? RSSന്റെയും അന്നത്തെ ജനസംഘത്തിൻ്റെയും ഒക്കെ നേതാവായിരുന്ന KG മാരാർ എഴുതി വച്ചില്ലേ കാര്യങ്ങൾ? എന്തെല്ലാം നടപടികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. BJPക്കകത്ത് ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വോട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട്. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ UDFന്റെ മുഖ്യമന്ത്രിയോട് പരസ്യമായി ചോദിക്കുകയല്ലേ RSS നേതാവ്, ആ കസേരയിലിരിക്കുന്നത് 41 മണ്ഡലങ്ങളിൽ ഞങ്ങൾ നൽകിയ പിന്തുണയുടെ ഭാഗമാണ് എന്ന് ഓർമ്മ വേണം. മറന്നുപോയോ ബിരിയാണി ചെമ്പൊക്കെ? ബിരിയാണിയിലൂടെ സ്വർണം വന്ന കഥകൾ എന്തെല്ലാം വൃത്തികേടുകളായിരുന്നു പ്രചരിപ്പിച്ചത്. അങ്ങനെ അവിശുദ്ധമായി കൂടാൻ തയ്യാറാകുന്ന ഒരു വിഭാഗം ഇപ്പോഴും അവരുടെ അജണ്ടയിൽ പലതും ഉണ്ടാവും. അതിൻ്റെ ഭാഗമായി മുൻകൂർ ജാമ്യം എടുക്കലാണ് ഞങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കുന്നത് എന്ന് കാണണം. ഈ പറഞ്ഞ
ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾക്ക് വലിയ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവുണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ ലോക്സഭാ മെമ്പറാണല്ലോ. ആ ലോക്സഭാ മെമ്പറാകുമ്പോൾ ബി ജെ പിക്ക് ചെയ്തു കൊടുത്ത ഉപകാരം എന്തായിരുന്നു? രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നില്ലേ അദ്ദേഹം? ആ രാജ്യസഭാംഗത്വം രാജിവെച്ചാൽ അവിടെ ബി ജെ പിയാണ് ജയിച്ചു വരിക എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ബി ജെ പി ജയിച്ചു വരുന്നത് രാജ്യസഭയിലെ അംഗബലം അന്ന് കുറവുണ്ട്. ആ അംഗബലം കുറഞ്ഞത് നികത്താൻ ബി ജെ പിക്ക് അനുകൂലമാണ്. അത് ബി ജെ പിയെ സഹായിക്കലാണല്ലോ. ഒരുതരം ഡീലല്ലേ? ഇങ്ങനെ പലതരത്തിലുള്ള ഡീലുകൾ ഉറപ്പിച്ച് ശീലമുള്ളവർ, ആ ഡീൽ നടത്തിയവർ, അതിൻ്റെ അനുഭവമുള്ളവർ, അവരാണ് എല്ലാ ഘട്ടത്തിലും RSSനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിനും LDFനുമെതിരെ തീർത്തും കെട്ടിച്ചമച്ച ആരോപണം ഉന്നയിക്കുന്നത്. ഞങ്ങളൊരു ഘട്ടത്തിലും RSSമായോ BJPയുമായോ ചേർന്നിട്ടില്ല. എല്ലാ ഘട്ടത്തിലും വിട്ടുവീഴ്ചയില്ലാതെ അതിനെ എതിർത്ത് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്.